നമസ്കാരം. ഇന്നത്തെ സെക്ഷനിൽ 8th CBSE ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ്, അതിൽ തന്നെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതില് പ്രോബ്ലംസ് ഒന്നും ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നില്ല, അപ്പൊ ശ്രദ്ധിക്കുക വളരെ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്ലെ ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്നൊക്കെ. സോ ഫസ്റ്റ് കേസ് നോക്കുക, റാഷണൽ നമ്പേഴ്സിന്റെ കേസ് നോക്കുക. അഡിഷൻ. ഓക്കെ, ഇതാ നോക്കിക്കേ, രണ്ട് റാഷണൽ നമ്പേഴ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, 3/6 4/6. ആ രണ്ട് റാഷണൽ നമ്പേഴ്സും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടി? 7/6 കിട്ടി. ഓക്കെ, കാര്യം 3/6 4/6 കൂടി ഈസി ആയിട്ട് ആഡ് ചെയ്യാം, കാര്യം ഡിനോമിനേറ്റർ എന്താണ്? ഈക്വൽ ആണ്. സോ ന്യൂമറേറ്ററൈസ് ആഡ് ചെയ്തപ്പോൾ 7/6. അവിടെ ഞാൻ ടിക്ക് ഇട്ടേക്കുന്നു, കാരണം എന്താന്ന് വെച്ചാൽ അതൊരു റാഷണൽ നമ്പർ തന്നെയാണ്. സോ രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടിയ ആൻസറും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പർ തന്നെ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സം ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. സോ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത കേസ് സബ്ട്രാക്ഷൻ നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ 4/6 മൈനസ് 3/6 എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 - 3 1/6 വരും. അവിടെയും ഞാൻ ഒരു ടിക്ക് ചെയ്തിട്ടുണ്ട്, കാരണം എന്താണ്? 4/6 റാഷണൽ, 3/6 റാഷണൽ. സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടിയ ആൻസറും എന്താണ്? റാഷണൽ നമ്പർ. സോ ഡിഫറൻസ് ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 4/6 × 3/6 ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന റാഷണൽ നമ്പേഴ്സ്? ന്യൂമറേറ്റർ തമ്മിലും ഡിനോമിനേറ്റേഴ്സ് തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 12, 6 × 6 are 36. അപ്പൊ 12/36. ദിസ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. സോ രണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ത് തന്നെയാണ്? റാഷണൽ നമ്പർ തന്നെയാണ്. സോ പ്രോഡക്റ്റ് ഓഫ് ടു റാഷണൽ നമ്പർ ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. അടുത്തതായിട്ട് ഡിവിഷൻ. അപ്പൊ ഇവിടെ നോക്കാം, റെഡിങ് കൊണ്ട് എഴുതിയിട്ടുണ്ടല്ലേ, അപ്പൊ നോക്കാം. 10/5 2. 10 ഒരു റാഷണൽ ആണ്, 5 ഒരു റാഷണൽ നമ്പർ ആണ്. 10/5 2 ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ വേറെ പ്രോബ്ലം ഒന്നും വരാത്തതാണ്. പക്ഷെ നോക്കിക്കേ, 10/0. 10 എന്താണ്? റാഷണൽ ആണ്. 0 എന്താണ്? റാഷണൽ ആണ്. സോ 10/0 ഒരു റാഷണൽ അല്ല കിട്ടുന്നത്, കാരണം 10/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ്. അപ്പൊ നോക്കുക, 10/0 ഇങ്ങനെയാണ് എഴുതുന്നത്. മിക്ക ആൾക്കാരും തെറ്റിക്കുന്നതാണ്, 10/0 0 എഴുതി വെക്കാറുണ്ട്. ഓക്കെ, ശരിക്കും അതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞാല് 0/10 ആണ് എന്ത് വരുന്നത്? 0 വരുന്നത്. ശ്രദ്ധിക്കുക, 0/10 ആണ് 0. അപ്പൊ എനി നമ്പർ ഡിവൈഡ് ബൈ 0 എന്താണ്? നോട്ട് ഈക്വൽ ടു 0. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് രണ്ട് റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഒരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ ക്ലോഷർ പ്രോപ്പർട്ടി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദ ഡിവിഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് കുറച്ചുകൂടി ഐഡിയ കിട്ടി കാണും. ക്ലോഷർ പ്രോപ്പർട്ടി ഇതാണ്, ഏത് നമ്പേഴ്സ് ആണോ നമ്മൾ എടുക്കുന്നത്, ഇപ്പൊ ഇവിടെ എടുത്തേക്കുന്ന റാഷണൽ നമ്പേഴ്സാ, അത് ആഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ആൻസറും റാഷണൽ ആയിരിക്കണം. റാഷണൽസ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ റാഷണൽ തന്നെ കിട്ടുവാണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, റാഷണൽ എടുത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും റാഷണൽ ആണെങ്കിൽ അവിടെയും ക്ലോഷർ പ്രോപ്പർട്ടി എന്തെന്ന് പറയാം? നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് ചെയ്യുമ്പോഴും കിട്ടുന്ന ആൻസർ എന്തുവാണ്? റാഷണൽ. സോ മൾട്ടിപ്ലിക്കേഷനിലും ക്ലോഷർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈഡ് ആണ് ഇൻ കേസ് ഓഫ് എന്തോന്ന്? റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സോ ഡിവിഷനിൽ എന്തല്ല? ക്ലോഷർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഇൻ കേസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ചാർട്ട് നമ്മള് ബാക്കി പ്രോപ്പർട്ടീസ് കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ എഴുതുന്നുണ്ട്. അപ്പൊ അത് നന്നായിട്ടങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പക്ഷെ എന്നിരുന്നാലും നോട്ട്സ് വൃത്തിയായിട്ട് ഇത് എഴുതി വെച്ചിരിക്കണം. ഇതേ രീതിയിൽ തന്നെ നോട്ട്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങളിങ്ങനെ ഓരോ സെക്ഷൻസ് ആക്കി തിരിച്ചതിന് ശേഷം അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് വൃത്തിയായിട്ട് നോട്ട്സ് എഴുതി വെക്കുക. കഴിയുന്നതും ഇങ്ങനെയുള്ള ഈ വരുന്ന ഈ ഡിഫറെന്റ് കേസുകൾ നിങ്ങൾ റെഡ് ഇങ്ക് വെച്ച് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ബ്ലൂ ഇങ്ക്, ബ്ലാക്ക് ഇങ്ക്, കഴിയുന്ന ഒരു ഗ്രീൻ ആണ് മേടിച്ചു വെച്ചിരുന്നാല്
ഈ നോട്ട്ബുക്ക് സ്കൂളിലെ ബുക്കിൽ എഴുതരുത്, നമ്മളെ ഈ ബുക്കിനകത്തോട്ട് നമ്മുടെ ബുക്കിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എഴുതി വെക്കുക. വളരെ സിമ്പിൾ ആണ്. ഇൻ കേസ് ചില ബുക്സിലൊക്കെ ഇതിങ്ങനെ നീളത്തിൽ വളരെ വലിയ സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുക ക്ലോഷർ പ്രോപ്പർട്ടി. ഓക്കെ ഓക്കെ അപ്പൊ ഇത് എഴുതി നിങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പൊ ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, ഈ 3 കേസിലും, അതായത് അഡീഷനിലൊക്കെയാണ്, സബ്ട്രാക്ഷനിലൊക്കെയാണ്, മൾട്ടിപ്ലിക്കേഷനിലൊക്കെയാണ്, ഡിവിഷനിൽ എന്തല്ല ക്ലോഷർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം ക്ലോഷർ പ്രോപ്പർട്ടി റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ ഈ ഡിവിഷനിലാണ് എന്താവാത്തത്, സാറ്റിസ്ഫൈഡ് ആവാത്തത്. അപ്പൊ അവിടെ മാത്രം നമുക്കൊരു ഇൻഡു മാർക്ക് കൊടുത്തു വേണമെങ്കിൽ വെച്ചിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഇതിന്റെ ഏറ്റവും അവസാനം ഒരു ചാർട്ട് വരയ്ക്കുന്നു. ആ ചാർട്ടിനകത്ത് എല്ലാ പ്രോപ്പർട്ടിയും കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത കേസ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, സോ അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത് ചോദിച്ചാല്, അതിന് മുന്നേ ആയിട്ട് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുതരാം. അതായത് ഓർഡറിനാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. അതായത് ഇപ്പം എ സ്റ്റാർ ബി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ എയുടെ കൂടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കണം, എയും ബിയും തമ്മിൽ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. ആ ഓപ്പറേഷൻ എന്തോ ആയിക്കോട്ടെ, അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്തോ ആണെങ്കിലും ആയിക്കോട്ടെ, തിരിച്ചിട്ട്, അതായത് ഓർഡർ തിരിച്ചിട്ട് ചെയ്യുമ്പോഴും സെയിം ആൻസർ കിട്ടണം. അതായത് എ പ്ലസ് ആണെങ്കിൽ എ പ്ലസ് ബിയും ബി പ്ലസ് എയും എന്തായിരിക്കണം, ഒന്നായിരിക്കണം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് എയും ഒന്നായിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഒന്നായിരിക്കണം. ഡിവിഷൻ ആണെങ്കിൽ എ ബൈ ബിയും ബി ബൈ എയും എന്തായിരിക്കണം, ഒന്നായിരിക്കണം. സോ എ സ്റ്റാർ ബി ബി സ്റ്റാർ എ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ എന്ന് പറയാൻ പറ്റും. സോ അതാണ് പറഞ്ഞേക്കുന്നത് ചെക്കിംഗ് ദ ഓർഡർ. അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിട്ടതാണ്. ശരിക്കും എന്തേ ഉള്ളൂ, കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് മാത്രമേ ഉള്ളൂ ഹെഡിങ്. സോ അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ എന്താ ചെക്ക് ചെയ്യുന്നത്, ഓർഡർ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, അഡിഷൻ അല്ലെ, 9/6 2/6 കൂടി ആഡ് ചെയ്യുവാണ്. സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് 11/6 എന്ന് എഴുതി. ഇനി ഇതിനെ തിരിച്ചിടുവാണ്, ദാ ക്രോസ് ചെയ്തിങ്ങനെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഓർഡർ ഞാൻ മാറ്റി. അതായത് 2/6 ആദ്യം ഇട്ടു, 9/6 ഇപ്പുറത്തിട്ടു, തിരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോഴും എന്ത് കിട്ടി, 11/6. സോ ബോത്ത് ആൻസേഴ്സ് ആർ സെയിം. സോ അങ്ങനെയുള്ള കേസിൽ അഡീഷനില് എ പ്ലസ് ബിയും ബി പ്ലസ് എയും എന്തായി, ഈക്വൽ ആയി. Therefore addition is commutative for rational numbers. അപ്പൊ നമുക്ക് അവിടെ ഒരു ടിക്ക് കൊടുക്കാം. മനസ്സിലായോ? അപ്പോ അഡീഷനില് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് ഫോർ എന്ത്, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ ആണ് അവിടെ. സബ്ട്രാക്ഷനിലേക്ക് പോകാം. 9/6 ന്ന് 2/6 ഞാൻ സബ്ട്രാക്ട് ചെയ്തു, ആൻസർ 7/6. ഇനി തിരിച്ച് ഈ 2/6 ഫസ്റ്റ് ഇട്ടു, 9/6 സെക്കൻഡ് ഇട്ടു. ശ്രദ്ധിക്കുക, 2/6 മൈനസ് എന്താണ്, 9/6. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് സെയിം ഡിനോമിനേറ്റർ എഴുതി. 2 മൈനസ് 9 എന്ന് പറഞ്ഞാല് -7 ആണ്. ഓക്കെ, 2 മൈനസ് 9 മൈനസ് 2 ആണെങ്കിൽ നമുക്ക് 7 എഴുതാം, പോസിറ്റീവ് 2 എഴുതാം. ഓക്കെ, സോ ഇവിടെ എന്താണ്, 2ൽ നിന്നാണ് ചെറുത് വലുത് കുറച്ചിരിക്കുന്നത്. സോ 2 മൈനസ് 9 ഇസിക്കൽ ടു എന്താണ്, -7. സോ അപ്പൊ രണ്ട് ആൻസേഴ്സ് സെയിം ആണോ, അല്ല. മേളില് 7/6 ഇവിടെ എന്താണ്, -7/6. Therefore നമുക്ക് പറയാം ആൻസേഴ്സ് എന്തല്ല, സെയിം അല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇൻഡു ഇടാം, നോട്ട് സെയിം എന്ന് ആവശ്യമുണ്ടെങ്കിൽ എഴുതാം, അതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. സബ്ട്രാക്ഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ റെഡിങ് കൊണ്ട് എഴുതിയിരിക്കുന്നത്. സോ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഓക്കെ ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ 9/6 2/6 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15/36. ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ തന്നെ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കിട്ടത്തുള്ളൂ. അവിടെ എന്താണ്, സെയിം ആണ്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. അതായത് എ ഇൻറ്റു ബി എന്ത് തന്നെ കിട്ടും, ബി ഇൻറ്റു എ എന്താണ്, സെയിം തന്നെ ആണ്. ഓക്കെ, അപ്പോ അടുത്ത ഡിവിഷൻ ഇനിയിപ്പോ ഈസി ആയിരിക്കുമല്ലോ. 10/5 എന്ത് കിട്ടി, 2 കിട്ടി. ഓക്കെ, 10/5 എന്താണ്, 2. തിരിച്ച് 5/10 ആണ്, ഇങ്ങനെ തിരിച്ച് ചെയ്തു നോക്കിയപ്പോ
5/10 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, 5/10. കട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ? 1/2. സോ അപ്പം ഇത് രണ്ടും എന്താണ്? അല്ല, സെയിം ആണോ? അല്ല, അത് രണ്ടും എന്താണ്? സെയിം അല്ല. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എന്ത്? നോട്ട് സെയിം. നോട്ട് സെയിം. Therefore, division is not commutative for rational numbers. A divided by B not equal to B divided by A. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്, റാഷണൽ നമ്പേഴ്സിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഇത്രയേ ഉള്ളൂ, ഓർഡറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓർഡർ ചെക്ക് ചെയ്ത് നോക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് മറക്കരുത്. കാര്യം നമ്മൾ ഈ ഫസ്റ്റ് എക്സസൈസിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ അപ്ലൈ ചെയ്തേക്കുന്നതൊക്കെ ചോദിക്കും. അപ്പൊ A + B, B + C ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതിയാൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് ആലോചിച്ചോണം. അപ്പൊ അത് ഏതൊക്കെ കേസിൽ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ചെയ്യാന്? അഡീഷനിൽ നമുക്ക് പറ്റും. A + B ന് പകരം B + A എഴുതാറുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യും, പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ 5 + 4 നമുക്ക് വേണമെങ്കിൽ 4 ആദ്യം എഴുതിട്ട് 4 + 5 അങ്ങനെ എഴുതാൻ പറ്റും. കാര്യം മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട്. അപ്പൊ സബ്ട്രാക്ഷനിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. അതായത് A - B നോട്ട് ഈക്വൽ ടു B - A നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. സോ സബ്ട്രാക്ഷനിൽ എന്ത് ചെയ്യുന്നില്ല? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതുമെല്ലാം ഞാൻ ഈ പറഞ്ഞ ചാർട്ടിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഈ ഫൈനലി പറയുന്ന ചാർട്ട് നോക്കിയാൽ മതി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എല്ലാം കിട്ടും. തേർഡ്, മൾട്ടിപ്ലിക്കേഷനിൽ ഓക്കെയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. A × B യും B × A എല്ലാം നമുക്ക് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ 5 × 4 വരുന്നിടത്ത് നമുക്ക് തിരിച്ചെടുത്ത് എഴുതാം, 4 × 5 എന്ന് എടുത്ത് എഴുതാം. എവിടെയെങ്കിലും കാൽക്കുലേഷൻ വരുവാണെങ്കിൽ നോ പ്രോബ്ലം. ഡിവിഷനിലും പ്രോബ്ലം ആണത്, ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. A/B നോട്ട് ഈക്വൽ ടു B/A. അപ്പോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ രണ്ടാൾക്കാരാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ നിൽക്കുന്നത്. ഏതൊക്കെ? സബ്ട്രാക്ഷനും ഡിവിഷനും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ, ഞാൻ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ ഒരു ഓർഡറിൽ നോട്ട്ബുക്കിൽ ഓരോന്നും താഴെയായിട്ട് വരച്ചു പോവാണെങ്കിൽ, സെയിം ഓർഡർ ആയിട്ട് വരച്ചു പോവാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കാണുമ്പോൾ തന്നെ ഇത് ഏതൊക്കെയാണ് അല്ലാത്തതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി നോക്കിയല്ലോ, ഇപ്പൊ ഏതാ നോക്കിയത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. ക്ലോഷർ പ്രോപ്പർട്ടിയിൽ ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസോസിയേറ്റിവിറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ തേർഡ് ആണ് അസോസിയേറ്റിവിറ്റി. അപ്പൊ എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. A*B*C = A*B*C. അപ്പൊ അത് വായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യത്തെ രണ്ടെണ്ണം ബ്രാക്കറ്റിലുള്ളതാണ്. അപ്പൊ അത് ഒരുമിച്ച് വായിക്കുക. A*B, ഒരു ഗ്യാപ്പ് ഇടുക, C. നോക്കിക്കേ, A*B*C. ഓക്കെ, അടുത്തത് വായിക്കുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് ഉള്ള രണ്ടെണ്ണം അടുപ്പിച്ച് വായിക്കണം, മറ്റൊത്തിരി ഗ്യാപ്പ് ഇട്ട് വായിക്കുക. A*B*C. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. A*B*C = A*B*C. അപ്പൊ നിങ്ങൾ ഈ സ്റ്റാറിന്റെ കാര്യമൊക്കെ വിട്ടേക്കൂ. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടക്കുവാണെങ്കിൽ 3 നമ്പേഴ്സ് എടുക്കുവാണ്. ആ 3 നമ്പേഴ്സിന് നമ്മൾ ഓപ്പറേഷൻസ് നടത്തുവാണ്. അപ്പം ആദ്യത്തെ 2 നമ്പേഴ്സിനെ കൺസിഡർ ചെയ്തു, അതിനുശേഷം മൂന്നാമത്തെ നമ്പറിൽ ആ ഓപ്പറേഷൻ ചെയ്യുകയും അടുത്തത് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പേഴ്സിൽ ആ ഓപ്പറേഷൻ ആദ്യം ചെയ്തിട്ട് പിന്നെ ആദ്യത്തെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഓർഡറിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത്. അപ്പം 3 നമ്പേഴ്സ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തേക്കുന്നു? ഓർഡറിൽ ചേഞ്ച് ചെയ്ത് വരുത്തിയിട്ട് നമ്മൾ അതിന്റെ ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്തേക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും സബ്ട്രാക്ഷനിലും എല്ലാം ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ മെയിൻ റൂള്. A*B*C = A*B*C ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞ 3 നമ്പേഴ്സ് ഞാൻ കൺസിഡർ ചെയ്തു. ഏതൊക്കെയാണ് ആ 3 നമ്പേഴ്സ്? ഇവിടെ 3, 6, 4 ആണ്. അഡിഷൻ ആണല്ലോ നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്. സോ അഡിഷൻ 3ഉം 6ഉം 4ഉം എടുത്തു. ആദ്യം 3നെയും 6നെയും ഒരുമിച്ച് ബ്രാക്കറ്റ് ഇട്ടു. 3 + 6 + 4. 3 + 6 എത്രയാണ്? 9 ആണ്. 9 + 4 എത്ര? 13. ഓക്കെ, അടുത്തത് ഈ 3, 6, 4ല് ആ 3നെ ഞാൻ പുറത്തിട്ടു, എന്നിട്ട് 6നെ 4നെയും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി. അപ്പം 3 + 6 + 4. ഓക്കെ, അങ്ങനെ ചെയ്തപ്പം
ഈ ബ്രാക്കറ്റിലുള്ളതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 6 + 4 എത്ര 10. അപ്പൊ 3 + 10 = 30. രണ്ടും എന്താണ്? ഓക്കെ ആണ്. അപ്പൊ ഈ പ്രോപ്പർട്ടി അനുസരിച്ചല്ലേ ഞാൻ ചെക്ക് ചെയ്തേക്കുന്നത്. ശ്രദ്ധിച്ചേ, A * B * C = A * B * C. ആ 3 നമ്പേഴ്സിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന് ആദ്യം ഗ്രൂപ്പ് ചെയ്തു, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ പിന്നെ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. എങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ എന്താണ്? 13 തന്നെയാണ്. ഓക്കെ, therefore നമുക്ക് പറയാം addition is associative for rational numbers. So addition is associative for rational numbers. അപ്പൊ എന്ത് പറയാം? A + B + C = A + B + C എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം A + B + C = A + B + C. ഇതാണ് എന്തെന്ന്? അഡിഷന്റെ കേസ്. അപ്പൊ അഡീഷനിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത നമുക്ക് സബ്ട്രാക്ഷനിൽ എന്താ അവസ്ഥ എന്ന് നോക്കാം. ഓക്കെ, 9, 7, 5 3 നമ്പേഴ്സ് എടുത്തു. ഓക്കെ, ആദ്യ രണ്ടെണ്ണം ഗ്രൂപ്പ് ആക്കി. 9 - 7 - 5 പുറത്തിട്ടു. 9 - 7 2 ആണ്. 2 - 5 എന്താണ്? -3 ആണ് ആൻസർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2ൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? 5 എന്ത് ചെയ്യാൻ പറ്റില്ല? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ 5ൽ നിന്ന് 2 കുറച്ചിട്ട് എന്താ? വലുതിന്റെ സൈൻ. ഓക്കെ, അപ്പൊ ഇത് ഡിഫറെന്റ് സൈൻസ് ആഡ് ചെയ്യാൻ വന്നേക്കോ. അപ്പൊ ലാർജിൽ നിന്ന് സ്മോൾ കുറച്ചിട്ട് ലാർജിന്റെ സൈൻ. ഓക്കെ, അപ്പൊ അതൊക്കെ ഇനി അറിഞ്ഞിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന കാൽക്കുലേഷൻസ് ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അപ്പൊ അവിടെ -3 ആണ് ആൻസർ. നെക്സ്റ്റ് ഈ രണ്ട് നമ്പേഴ്സിൽ 7 5 കൂടി എന്ത് ചെയ്തു? നെക്സ്റ്റ് ഗ്രൂപ്പ് ചെയ്തു. സോ അപ്പൊ എന്ത് സംഭവിച്ചു? 9 - 7 - 5. 7 - 5 എത്ര? 2. സോ പിന്നീട് 9 - 2 ചെയ്തപ്പോ എത്ര വന്നു? 7. അപ്പൊ അവിടെ എന്തല്ല? ഈക്വൽ അല്ല. ആദ്യത്തെ സെക്ഷനിൽ -3യും രണ്ടാമത്തെ സെക്ഷനിൽ എന്താണ്? 7ഉം ആണ്. അപ്പൊ ഈക്വൽ അല്ല. Therefore subtraction is not associative for rational numbers. A - B - C not equal to A - B - C. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ഐഡിയ ആയിട്ട് കാണും. ഞാൻ ഗ്രീനിൽ ഇട്ടേക്കുന്നതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതും റെഡിൽ ഇട്ടേക്കുന്നതെല്ലാം എന്ന് സാറ്റിസ്ഫൈ ചെയ്യാത്തതും. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ല. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ്. ഓക്കെ ആണല്ലോ. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെയാ വരുന്നതെന്ന്. 2 3 5 3 നമ്പേഴ്സ് ഞാൻ എടുത്തു. 2 and 3 5. 2 × 3 × 5. അപ്പൊ 2 × 3 6 6 × 5 എത്ര? 30. ഇനി അടുത്തത് രണ്ടാമത്തെ മൂന്നാമത്തേനെ ഒരു ഗ്രൂപ്പ് ആക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? 2 × 3 × 5. 3 × 5 15. 15 × 2 എത്ര? 13. ദാറ്റ് ഈസ് അത് ഓക്കെ ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. അത് എങ്ങനെ എഴുതാം? A × B × C = A × B × C. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് പറഞ്ഞാൽ അത് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇതേങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം. അതല്ലെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് എഴുതണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ഞാൻ പറയുക A × B × C അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഒന്നും ഇടാതെ A × B × C എന്ന് തന്നെ എഴുതി വെക്കും. അതേസമയം A × B × C എന്ന് പറയുമ്പോഴത്തേക്ക് കത്തോടെ ബ്രാക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ഡിവിഷൻ നോക്കാം. 8 4 2. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം എടുത്തു. 8/4 ബ്രാക്കറ്റിന് പുറത്ത് /2 ഇട്ടു. 8/4 2 ആണ്. 2/2 ചെയ്യുമ്പോഴത്തേക്ക് 2/2 എന്ത് വരും? 1 വരും ഒരു ആൻസർ. അടുത്തത് രണ്ടാമത്തെ ഈ 4നെയും 2നെയും കൂടെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 4/2 ആദ്യം ചെയ്തു. 8/ഇവിടെ പുറത്ത് കിടപ്പുണ്ട്. ഓക്കെ, 4/2 2. അപ്പൊ 8/2 എത്ര? 4 വരും. സോ ഇത് എന്തല്ല? ഓക്കെ അല്ല, അല്ലെങ്കിൽ ആൻസേഴ്സ് എന്തല്ല? ഈക്വൽ അല്ല. Therefore division is not associative for rational numbers. അതുകൊണ്ടാണ് A/B / C not equal to A/B/C എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ പിടിയിട്ട് കാണുമല്ലോ ഇപ്പൊ എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന്. ഓക്കെ, ഇവിടെയും 3 നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിന്റെ എന്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തു? ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേഷൻ നടത്തുന്നതിലുള്ള ഓർഡർ നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ അഡിഷന്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അഡിഷനിലും മൾട്ടിപ്ലിക്കേഷനിലും എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? റാഷണൽ നമ്പേഴ്സിൽ ഓക്കെ ആണ്. സബ്ട്രാക്ഷണൽ, ഡിവിഷനിലും എന്തല്ല? ഓക്കെ അല്ല. ഓക്കെ, അപ്പൊ എഴുതിയെടുക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ഇനി ഇതാ ഈ ഒരു സെക്ഷൻ പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇത് മനസ്സിൽ ഓർത്താൽ മതി. നമുക്ക് കാര്യങ്ങൾ കുറേയേറെ എന്ത് ചെയ്യും? മനസ്സിലാവും. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്ലൂ എന്ന് ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എഴുതി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ചാർട്ടിനെ പറ്റി. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചത് എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് റാഷണൽ നമ്പേഴ്സ്,
കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതാണ് തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. 3 പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ അവസാനം ഞാനൊരു ചാർട്ട് വരച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ആ ചാർട്ടാണിത്. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് റാഷണൽ നമ്പേഴ്സിന്റെ ചാർട്ടാണ്. ശ്രദ്ധിച്ചോണം, റാഷണൽ നമ്പേഴ്സിന്റെ ആണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കേ, റാഷണൽ നമ്പേഴ്സ് ക്ലോഷർ പ്രോപ്പർട്ടി ഏതിലൊക്കെ സാറ്റിസ്ഫൈഡ് എന്ന് ഇവിടെ അറിയാൻ പറ്റും. ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്, സബ്ട്രാക്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്, മൾട്ടിപ്ലിക്കേഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഡിവിഷനിൽ എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആദ്യം പഠിച്ച ഒരു സെക്ഷൻ, ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നിവ സാറ്റിസ്ഫൈഡ് ആണ്, ഡിവിഷൻ മാത്രം സാറ്റിസ്ഫൈഡ് അല്ല. രണ്ടാമത് ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് റാഷണൽ നമ്പേഴ്സിൽ അഡിഷൻ സാറ്റിസ്ഫൈഡ് ആണ്, മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈഡ് ആണ്, സബ്ട്രാക്ഷനും ഡിവിഷനും എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല, നോ ആണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഇപ്പൊ അവസാനമായിട്ട് പഠിച്ചത്. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ സെയിം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലെ പോലെ തന്നെ അഡിഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, സബ്ട്രാക്ഷനിലും ഡിവിഷനിലും എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആദ്യമേ എഴുതി തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ റീസൺ മനസ്സിലാകത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഓരോന്നും ക്ലോഷർ, കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ അസോസിയേറ്റീവ് എല്ലാം ഓരോന്ന് എഴുതിയതിനു ശേഷം അതിനകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ് ഇട്ട് ചെയ്തു തന്നത്. അപ്പൊ നിങ്ങളും ചെയ്ത് പഠിക്കുമ്പോൾ ആ എക്സാമ്പിൾസ് വെച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഫൈനലി ഇത് എന്തിലുണ്ടായിരുന്നാൽ മതി, മനസ്സിലുണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും അവര് എന്ത് ചോദിക്കുന്നത്, നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. കുറെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് കിടപ്പുണ്ട്. സോ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ, ശരിയാണോ ഇല്ലയോ, ട്രൂ ഫോൾസ്. വേണമെങ്കിൽ എന്താ എഴുതാം, ആർ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്, ബിക്കോസ് എന്തല്ല, ക്ലോസ്ഡ് അല്ല. ഓക്കെ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ആർ ഡാഷ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, അപ്പൊ നമ്മൾ പറയാം എന്താ, ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ അല്ല, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വന്നേക്കാം. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, എഴുതിയെടുക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ.